എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ലോക, കാന്തര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് റാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, അപർണ ബാലമുരളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട്. നല്ല അഭിപ്രായമാണ് മിറാഷ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ മിറാഷ് സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര പോസ്റ്റേൺക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടും സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 20 മുന്നേ രാമചന്ദ്ര OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. എന്നാലും OTTയിൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുറെ കാലമായിട്ടും ബാന്ദ്രയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് വരുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടിയായിരിക്കും ഫാർമ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിക്കാണുന്ന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഷൈനികം സണ്ണിവെയിനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതുവരെ റിലീസ് ചെയ്ത് പുറത്തുവിട്ടിട്ടില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയി പറയുന്നത് ഒക്ടോബർ മാസം 20 മുന്നേ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്നാണ്. അടുത്തൊരു അപ്ഡേറ്റ് റാംബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അരുൾനിധി നായകനായ തമിഴ് സിനിമയാണ് റാംബോ. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസം 10 സൺനെസ്റ്റിലാണ് റാംബോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് OG. പവൻ കല്യാണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ മാസം ലാസ്റ്റോടുകൂടി OG സിനിമ OTT റിലീസ് ചെയ്തേക്കും. മലയാളം ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആഭ്യന്തര കുറ്റവാളി നേടിയെടുത്തത്. ഇപ്പോഴിതാ സിനിമയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 15 ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. എന്നിട്ടും ആരാധകർ OTTക്ക് കാത്തിരിക്കുകയാണ്. ഒരു OTT പ്ലാറ്റ്ഫോമും ഇതുവരെ ഡൊമിനിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒക്ടോബർ മാസം അവസാനത്തെ വീക്കോടുകൂടി ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. OTT അവകാശം വിറ്റുപോകാതെയല്ല സിനിമ ഇറക്കാത്തത്. നേരത്തെ തന്നെ C5 OTT വാങ്ങിച്ചതാണ്. പക്ഷേ അവർ സിനിമ റിലീസാക്കുന്നില്ല. കാരണങ്ങൾ വ്യക്തമല്ല. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ഒക്ടോബർ മാസം 15 മുന്നേ ബസൂക്ക സിനിമ C5 റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാന്താര സിനിമ ഇറങ്ങിയത്. എല്ലായിടത്തുനിന്നും പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് കാന്താര സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അത്രയും മികച്ച വിഷ്വൽ ട്രീറ്റാണ് കാന്താര സിനിമ ജനങ്ങൾക്ക് തരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റെക്കോർഡ് തൂക്കിയാണ് കാന്താര സിനിമയുടെ OTT വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട്. നവംബർ മാസത്തിലായിരിക്കും കാന്താര സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 200
കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ് ലോക സിനിമ. ഈ സിനിമയുടെ ഒരിക്കൽ വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കല്യാണി, നസ്ലിൻ, ദുൽഖർ, ടോവിനോ തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയുടെ സെക്കൻഡ് പാർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. റെക്കോർഡ് തുകയ്ക്കാണ് ലോക സിനിമ വിറ്റുപോയത്. ലോക സിനിമ മാക്സിമം കളക്ഷൻ നേടാൻ വേണ്ടിയാണ് ദുൽഖർ സൽമാൻ OTT ഇപ്പോൾ ലേറ്റ് ആക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ വന്നേനെ. ഒക്ടോബർ മാസം സെക്കൻഡ് വീക്കോട് കൂടി ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.